ഈ ഒരു സുവർണ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, മനോഹരമാക്കാൻ ആഗ്രഹിക്കാത്ത ഏതൊരാളും ഉണ്ടാവുകയില്ല. വളരെ ലളിതമായിട്ട്, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖത്മുൽ ഖുർആൻ്റെ 111-ാമത്തെ ക്ലാസ്, സൂറത്തു ഹൂദ് 71-ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب وامرأته അവിടെ നിർത്താതെ തോന്നുമ്പോൾ വംറഅതുഹു ഖായിമ അവിടെ നിർത്തി. ഹാത്താണ്, ഹാത്താവ് സുക്കൂൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഹ സുക്കൂനുള്ള ഹ ആക്കി മാറ്റുക. ഖായിമ, മഹ് എന്ന് പറയുന്നത് മഹ്. അമ്ര എന്ന് വായിക്കരുത്, വ ആ എന്ന് വായിക്കരുത്. വ കഴിഞ്ഞിട്ടുള്ള ഒരു അലിഫ്, ആ ഹംസ, അത് ഹംസത്തുൽ വസ്ലാണ്, ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചരിക്കുകയില്ല. വംറഅതുഹു ഖായിമത്തുൻ ഫളഹികത് ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. നൂനിൻ്റെ നിയമങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. നൂനിൻ്റെ ശേഷം ഇവിടെ വമിൻ എന്നുള്ളിടത്ത് നൂനിൻ്റെ ശേഷം സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം സുക്കൂണുള്ള നൂനായിരിക്കണം. നൂനിൻ്റെ ശേഷം വാവാണ് വന്നിട്ടുള്ളത്. ഈ നൂനിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബ് ചെയ്യണം. നൂനിൻ്റെ സ്ഥാനത്ത് ബ, നൂനിൻ്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ നൂനിനെ മീം ആക്കി മാറ്റുക. അവിടെ ഒരു മീമിൻ്റെ ചിഹ്നം ഉണ്ടാവും അല്ലേ, അത് മീമാക്കി മാറ്റുക. നൂനിൻ്റെ ശേഷം ലാമോ റ ആണ് വന്നതെങ്കിൽ മിൻ വ എന്ന് പറയുന്നത് മിവ. അവിടെ പിന്നെ റ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ വാവാണ്, വാവ് എന്ത് ചെയ്യുമ്പോൾ പിന്നെ ലാമോ റ ആണെങ്കിൽ എന്ത് ചെയ്യുക? വമില്ല, വമിറ, വമില്ല. നൂനില്ലാത്തതുപോലെ നൂനിനെ അടുത്ത അക്ഷരത്തിലേക്ക്, ലാമിലേക്ക്, റയിലേക്ക് കൊടുക്കുക. ഇനി നൗമി, നൂന്, വാവ്, മീമ്, യ എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? നൂനിനെ വാവില് കൊടുക്കുകയും വാവ് മണിക്കുകയും ചെയ്യണം. വമില്ല എന്ന് പറയുമ്പോൾ അവിടെ മണിച്ചിട്ടില്ല. ലാമോറ ആണെങ്കിൽ മണിക്കാതെ കൂട്ടി യോജിപ്പിക്കുക. നൗമിയിൽപ്പെട്ട നൂന്, വാവ്, മീമി, യ എന്നീ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണെങ്കിൽ മണിച്ചുകൊണ്ട് വാവിന് കൊടുക്കുക. അപ്പം ഇങ്ങനെ നൂനിനെ മണിക്കരുത്, വാവാണ് മണിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? നൂനൊന്നും ചെയ്യരുത്, നൂനിനെ വാവിന് കൊടുക്കുക, വാവ് മണിക്കുക. അപ്പം എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യാം. വാവാണ് മണിക്കേണ്ടത്. അപ്പോൾ വമിം വ എന്ന് പറയരുത്, അപ്പം നൂനാണ് മണിച്ചത്, പറ്റൂല. വമിവ്വ, വമിവ്വ, മിവ്വ, ومن وراء إسحاق يعقوب എന്നുള്ളിടത്ത് നിർത്തിയപ്പോൾ ബാഇനെ സുക്കൂൻ ചെയ്തു. قالت يا ويلتى أألد وأنا عجوز. ഒരു ചെറിയ നീട്ടൽ അവിടെ അലിഫുണ്ട്, ചെറിയൊരു അലിഫുണ്ട്. ചെറുതായാലും വലുതായാലും നീട്ടൽ ഒരുപോലെയാണ്. അവിടെ അലിഫ് മാത്രമല്ല, അലിഫിന്റെ മുകളിൽ ഒരു മദ്ദിന്റെ ചിഹ്നമുണ്ട്. മദ്ദിന്റെ ചിഹ്നം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി. അവിടെ നേരെ മുകളിൽ മദ്ദിന്റെ ചിഹ്നം ഉണ്ടായത് കൊണ്ട് ഒന്നുകൂടി നീട്ടുക. മദ് മുൻഫസിലാണ്. യാ വൈലതാ അഅലിദു
അലിദു അല്ല അലിദു വ അന എന്നാണ് ശരിക്കുള്ളത് അല്ലേ. പക്ഷെ ആ അലിഫിൻ്റെ മുകളിൽ 0 മാർക്ക് ഉണ്ടല്ലേ, ആ 0 മാർക്കുള്ള അലിഫ് ഉച്ചരിക്കൂല കൂട്ടി വായിക്കുമ്പോൾ. നിർത്തുമ്പോൾ വ അന അലിദു വ അന മതി. നിർത്തുന്നില്ല എങ്കിൽ അലിദു വ അന അജൂസ് വ അന അജൂസ് എന്ന് പറയുന്നത് വ അന അജൂസു വ ഹാദ അജൂസു വ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നൂനിൻ്റെ ശേഷം വാവ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഇഖ്ഫായി പോകും. വ അന അജൂസു വ ഹാദ ബഅലി ശൈഖാ ഇന്ന ഹാദാ ലശൈഉൻ അജീബ്. قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب. قالوا أتعجبين قالوا നീട്ടണം, കാരണം വാവ് മാത്രമല്ല വാവിൻ്റെ മുകളിൽ മദ്ദുണ്ട്. قالوا أتعجبين من أمر الله. നൂന് വാവ് മീമ് യാണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യാറുണ്ട്. നീളാറിൻ്റെ അക്ഷരം ഹംസ ഐന് റൈന് 6 അക്ഷരം വന്നാൽ മിൻ ആ കണിയ ആ എന്നുള്ളത് ഹംസയാണ്. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഈ ഇതൊക്കെ ഹംസയാണ്. അപ്പം എന്ത് ചെയ്യണം, വ്യക്തമാക്കണം. ഇതാറിൻ്റെ സ്ഥലത്ത് എന്തിനോ നൂന് പ്രത്യേകം നൂൻ്റെ സുക്കൂൻ്റെ ചിഹ്നം ഉണ്ടാവും. നൂന് സുക്കൂൻ്റെ ചിഹ്നം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, സുക്കൂൻ്റെ ചിഹ്നം കണ്ടാൽ പിന്നെ എന്ത് ചെയ്യുക, അത് വെളിവാക്കാനുള്ളതാണ്. മിൻ അംരില്ലാഹി റഹ്മത്തുല്ലാഹി വബറകാതുഹു റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. അഹ്ല കഴിഞ്ഞിട്ട് ഒരു അലിഫ് അല്ലേ, അതെന്താണ്, ഹംസത്തുൽ വസിലാണ്. ഹംസത്തുൽ വസിൽ എന്ത് ചെയ്യൂല, കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കൂല, ലാമിന് സുക്കൂനുണ്ട്. അപ്പോൾ അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. ഇന്നഹു ശബ്ദുള്ള നൂനാണ്, ഒന്ന് മണിക്കുക, ഒന്ന് കട്ടി കൊടുത്ത് മണിക്കുക. ഇന്നഹു ഹമീദും മജീദ്. കൂടുതൽ മണിക്കേണ്ട, ശബ്ദുള്ള നൂനും മീമൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ മണിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മണിക്കുക. ഇന്നഹു എന്ന് പറയണ്ട. ഇന്നഹു ഇന്ന ഒരക്ഷരമായി, ഒന്നുകൂടി ഒരക്ഷരം കൂടി കൊടുക്കുക. ഇന്നഹു ഹമീദും മജീദ്. قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. حميد തൻവീന് ശേഷം നൗമിയിൽപ്പെട്ട നൂന് വാവ് മീമ് യാ. ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. വാവാകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ചിലപ്പോൾ വരൂല. ഹമീദുൻ മജീദ് പറയില്ല, സാധാരണ പൊതുവെ അങ്ങനെ വരൂല. ഹമീദും മജീദ്. ഫലമ്മാ ശദ്ദുള്ള മീമ് ഫലമ്മാ ദഹബ അൻ നൂന സുക്കൂന് ശേഷമുള്ള ഇദ്ഗാറിന്റെ അക്ഷരമായത് കൊണ്ടാണ് സുക്കൂന്റെ ചിഹ്നം വന്നത്. عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط فلما ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط. അവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു, ഒരു മദ് വന്നു അല്ലേ. ആ മദ് അറിയുന്നവർ എന്ത് ചെയ്യുക, ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക.
ഫീ ഖൗം അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ ഒരു മദ് വരും അല്ലേ? ഏതാണ് മദ്? ഒന്ന് എന്ത് ചെയ്യുക, അറിയുന്നൊരു കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. അവിടെ മദ് പറഞ്ഞല്ലോ. അപ്പൊ അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം, പെട്ടെന്ന് തിരിയാൻ വേണ്ടി ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക, വാക്ക് പറയുക, അല്ലെങ്കിൽ ഇത്രാമത്തെ ആയത്തിൽ ഇന്ന വാക്ക് എന്ന് എഴുതുക. ഞാൻ ആരെങ്കിലുമൊക്കെ നമ്മളെ കമൻറ്റ് വായിക്കുന്ന ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ സംഗതി തിരിയണമെങ്കിൽ, എന്ത് സംഗതിയാണെങ്കിലും ക്ലാസ് തിരിയണമെങ്കിൽ മുഴുവനായിട്ടും കേൾക്കണം. ഇത് നമ്മളെ തുടക്കത്തിലുള്ള ക്ലാസ് അല്ല, തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ചാനലിലുണ്ട്. 1 എന്നുള്ള നമ്പർ മുതൽ എന്ത് ചെയ്യുക നോക്കിയിട്ട് താല്പര്യമുള്ളവർ കേൾക്കുക. അല്ലെങ്കിൽ കിട്ടാത്തവർ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ബന്ധപ്പെടാൻ. ഞാൻ അതല്ല, വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ ഉപകരിക്കുമെങ്കിൽ പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ, പ്രായമുള്ള ഉപ്പമാർ ഉമ്മമാർ എല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ എത്തിച്ചു കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. കുടുംബ ഗ്രൂപ്പുകളിലേക്ക്, ആവശ്യമുള്ള ഗ്രൂപ്പുകളിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക. അതിനൊക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കട്ടെ. അല്ലാഹു തആല ആരെങ്കിലൊക്കെ നമ്മുടെ കാരണം കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ, നാം അറിയാതെ പാരായണം ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും, അവരിൽ നിന്നൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നമ്പറിൽ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. യാ ഇബ്രാഹീമു അഅ്രിദ് അൻ ഹാദാ ഇന്നഹു ഖദ് ജാഅ അംറു റബ്ബിക وإنهم آتيهم عذاب غير مردود. يا إبراهيم أعرض عن هذا إنه قد جاء أمر ربك وإنهم آتيهم عذاب غير مردود. ولما جاءت رسلنا ലൂطا എന്നാണുള്ളത്. തൻവീൻ ഫത്ത് നിർത്തേണ്ടത് നീട്ടിയിട്ടാണ്. ولما جاءت رسلنا لوطا ولما جاءت رسلنا لوطا سيء بهم നീട്ടാനുണ്ട് അല്ലേ? മദ് മുത്തസ്സിലാണ്. وضاق بهم ذرعا നിർത്തുമ്പോൾ ذرعا وقال هذا يوم عصيب. ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب. وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات. قال يا قوم هؤلاء بناتي هن أطهر لكم ഫത്തഖൂ എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരം വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഉച്ചരിക്കുന്നത് ശദ്ദുള്ള അക്ഷരമോ സുക്കൂണുള്ള അക്ഷരമോ ആണെങ്കിൽ ഫത്തഖൂല്ലാ എന്ന് വായിക്കരുത്. ഫത്തഖുല്ലാഹ വലാ തുഖ്സൂനി ഫീ ളൈഫി അലൈസ മിൻകും റജുലുർ റശീദ്. റജുലുൻ റശീദ് എന്ന് പറയരുത്. തൻവീന് ശേഷം ലാമ റ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക. رجل رشيد. وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات
قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد قالوا لقد علمت ما لنا في بناتك من حق من വ്യക്തമാക്കണം وإنك لتعلم ما نريد قالوا لقد علمت ما لنا في بناتك من حق وإنك لتعلم ما نريد قال لو أن لي بكم قوة أو آوي إلى ركن شديد. നേരത്തെ പറഞ്ഞു ബാ നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീൻ്റെ ശേഷം ബാ വന്നെങ്കിൽ നൂനിൻ്റെ സ്ഥാനത്ത് മീമ് കൊടുക്കും. ലാമറ ആണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറഞ്ഞ്, നൗമി ആണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യുക, മണിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഇദ്ഹാറിനക്ഷരമാണെങ്കിൽ വെളിവാക്കണം എന്ന് പറഞ്ഞു. ഇനി ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങളാണെങ്കിൽ ഏതെങ്കിലും ആണെങ്കിൽ വന്നതെങ്കിൽ അവിടെ പിന്നെ മറച്ച് മണിക്കുക. ഇലാ റുക്കുനിൻ ഷദീദ് എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ടും പറയാത്ത രൂപത്തിൽ ഇടയിലായിട്ട് പറയാം. ഇലാ റുക്കുനിൻ ഷദീദ് قال لو أن لي بكم قوة أو آوي إلى ركن شديد قالوا يا لوط إنا رسل ربك لن يصلوا إليك فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب قالوا يا لوط إنا رسل ربك لن يصلوا إليك فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود مسومة عند ربك وما هي من الظالمين ببعيد مسومة عند ربك وما هي من الظالمين ببعيد وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير ഇവിടെ വലാതൻഖുസു എന്നാണ് നീട്ടാനുള്ള അക്ഷരം വന്നു. ശേഷം സുക്കൂനാണ്. അതിൻ്റെ ഇടയിലുള്ള 2 അലിഫ്, ഒന്ന് ഹംസത്തുൽ വസ്ലാണ്, ഒന്ന് 0 മാർക്കുള്ളതാണ്. രണ്ടും ഉച്ചരിക്കൂല.
ولا تنقصوا المكيال والميزان. നൂന് സുക്കൂന് തൊട്ട് മുമ്പ് അലിഫാണുള്ളത്. നീട്ടാനുള്ള അക്ഷരം വന്നാൽ മദ് ആരിൽ വരും. ഇന്നി അറാക്കും ബിഖൈർ. ശബ്ദമുള്ള നൂനുണ്ട്, നീട്ടാനുണ്ട്. അറ അല്ലേ, അറ കഴിഞ്ഞിട്ട് ഒരു യാ പോലത്തെ അക്ഷരമാണ്. യാ അല്ല, അലിഫാണ്. മുകളിലുള്ള അക്ഷരമാണ് നോക്കേണ്ടത്. അറാക്കും. മീമിൻ്റെ ശേഷം മീമിൻ്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. മീമിൻ്റെ ശേഷം മീമ് തന്നെ വന്നാൽ രണ്ടും കൂടി മിക്സാക്കി മണിക്കുക. മീമിൻ്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കുക. അറാക്കും ബിഖൈർ. ശരിക്ക് മീമിൻ്റെ ശേഷം ബാ വന്നു. ഇവിടെയും അതുപോലെ തന്നെ നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീൻ്റെ ശേഷം ബാ വന്നാൽ അവിടെയും നൂനിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ തെൻവീൻ്റെ സ്ഥാനത്ത് മീമ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മീമ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ മീമാണുള്ളത്. അപ്പോൾ അവിടെയും ഇവിടെയും ഉച്ചാരണം ഒരുപോലെ വരിക. അവിടുത്തെ നിയമത്തിൻ്റെ പേര് ഇഖ്തിലാബ് എന്ന് പറയും. കാരണം ആ മാറ്റുന്നതിൻ്റെ പേരാണ് ഇഖ്തിലാബ്. നമ്മൾ ചെയ്യുന്നത് രണ്ടും പണി ഒന്നാണ്, മറിച്ച് മണിക്കുക എന്നുള്ളതാണ്. മീമായി കഴിഞ്ഞാൽ പിന്നെ മീമിൻ്റെ ശേഷം ബാ എന്നതുപോലെയായി. അപ്പോൾ അവിടെ മറച്ച് മണിക്കലാണ് വരുന്നത്. അറാക്കും ബിഖൈർ വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീഖ്. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط ويا قوم أوفوا المكيال والميزان بالقسط ولا تبخسوا الناس أشياءهم ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين ويا قوم أوفوا المكيال والميزان بالقسط ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين بقية الله خير لكم إن كنتم مؤمنين. മീമിൻ്റെ ശേഷം മീം വന്നു, ഒറ്റ മീമ്. إن كنتم مؤمنين وما أنا എന്ന് പറയുന്നത് وما أنا عليكم بحفيظ. بقية الله خير لكم إن كنتم مؤمنين وما أنا عليكم بحفيظ. قالوا يا شعيب അസ്വലവാതുക് എന്ന് പറയുന്നത് വാ എന്ന് പറയുകയാണെങ്കിൽ വാവിന് ഫത്ഹ് ഉണ്ടാകണം. ഫത്ഹിൻ്റെ കൂടെ ആ ചെറിയ അലിഫ്, അപ്പം അല്ലെങ്കിൽ വലിയ അലിഫ്. അസ്വലവാതുക് എന്ന് പറയുന്നത് വാവിന് ഫത്ഹ് ഉണ്ടായിക്കണം. ഇവിടെ ലാമിന് നീട്ടാനാണ് ആ അലിഫ് വന്നിട്ടുള്ളത്. വാവ് എന്ത് ചെയ്യണം? വാവിൻ്റെ അലിഫിൻ്റെ സ്ഥാനത്ത് വാവ് വന്നത് മാത്രം. يا شعيب أصلاتك تأمرك أن نترك നൂന് ശേഷം നൂന് വന്നു. എന്ത് ചെയ്യണം? നൗമിയിൽപ്പെട്ട അക്ഷരമാണ്. മിക്സ് വെക്കുക, മണിക്കുക. أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد.
قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد لأنت الحليم الرشيد قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا رزقا തൻവീന് ശേഷം ഉച്ചാരണത്തിൽ വരുന്ന അക്ഷരം ഹ ആണ്, ഇൽഹാറിന്റെ അക്ഷരമാണ്, വ്യക്തമാക്കണം. وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ويا قوم لا يجرمنكم شقاقي أن يصيبكم مثل ما أصاب قوم نوح أو قوم هود أو قوم صالح وما قوم لوط منكم ببعيد. ويا قوم لا يجرمنكم شقاقي أن يصيبكم مثل ما أصاب قوم نوح أو قوم هود أو قوم صالح وما قوم لوط منكم ببعيد. واستغفروا ربكم ثم توبوا إليه إن ربي رحيم ودود. വരാൻ സാധ്യതയുണ്ട്, അങ്ങനല്ല, റഹീമുൻ എന്ന തെൻവീന് ആ നൂനിന്റെ വാവിന് കൊടുക്കണം. അപ്പോഴാണ് മണിക്കൽ വരുന്നത്. واستغفروا ربكم ثم توبوا إليه إن ربي رحيم ودود. 91 ആയത്ത്. قالوا يا شعيب ما نفقه كثيرا مما تقول وإنا لنراك فينا ضعيفا ولولا رهتك لرجمناك وما أنت علينا بعزيز. قالوا يا شعيب ما نفقه كثيرا مما كثيرا مما تقول وإنا لنراك فينا ضعيفا ولولا رهتك لرجمناك وما أنت علينا بعزيز. قال يا قوم أرهطي أعز عليكم من الله واتخذتموه وراءكم ظهريا إن ربي بما تعملون محيط.
قال يا قوم أرهطي أعز عليكم من الله واتخذتموه وراءكم ظهريا إن ربي بما تعملون محيط. إن شاء الله نمكن نوري ودينك. بسم الله الرحمن الرحيم. وامرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب. قالت يا ويلتى أألد وأنا أجوز وهذا بعلي شيخا إن هذا لشيء عجيب. قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. فلما ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط إن إبراهيم لحليم أواه منيب. يا إبراهيم أعرض عن هذا إنه قد جاء أمر ربك وإنهم آتيهم عذاب غير مردود. فلما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب. وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات. قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد. قالوا لقد علمت ما لنا في بناتك من حق وإنك لتعلم ما نريد. قال لو أن لي بكم قوة أو آوي إلى ركن شديد. قالوا يا لوط إن رسل ربك لن يصلوا إليك فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب. فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود مسومة عند ربك وما هي من الظالمين ببعيد. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط. ويا قوم أوفوا المكيال والميزان بالقسط ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين. بقية الله خير لكم إن كنتم مؤمنين وما أنا عليكم بحفيظ. قالوا يا شعيب أصلاتك تأمرك
أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن أخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ويا قوم لا يجرمنكم شقاقي أن يصيبكم مثل ما أصاب قوم نوح أو قوم هود أو قوم صالح وما قوم لوط منكم ببعيد واستغفروا ربكم ثم توبوا إليه إن ربي رحيم ودود قالوا يا شعيب ما نفقه كثيرا مما تقول وإنا لنراك فينا ضعيفا ولولا رهتك لرجمناك وما أنت علينا بعزيز قال يا قوم أرهطي أعز عليكم من الله واتخذتموه وراءكم ظهريا إن ربي بما تعملون محيط صدق الله العلي العظيم അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ സാധിച്ചു. അള്ളാഹു തആല നമ്മുടെ ഖത്മുൽ ഖുർആൻ പൂർത്തീകരിക്കാനും ധാരാളമായിട്ട് ഖത്മുൽ ഖുർആൻ തീർക്കാനൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പായി നമുക്ക് ധാരാളം ഖത്മുകൾ തീർക്കണം. അതിന് അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ള കർമ്മത്തിൻ്റെ കൂടെ ഇൻഷാ അല്ലാഹ് പല സമയങ്ങളിലായി സുബഹിക്ക് ശേഷം മഗ്രിബിന് ശേഷം അതിൻ്റെ സമയം പ്രത്യേകിച്ച് അസറിൻ്റെ സമയത്തൊക്കെ വലിയ മഹത്തായ സമയങ്ങളാണ്. രാത്രി സമയങ്ങൾ ഇശാഇന് ശേഷം ഉറങ്ങുന്നതിൻ്റെ മുമ്പൊക്കെ നമുക്ക് ഓതാം. ഏതായാലും ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ക്ലാസ് കേൾക്കുകയും ഓതുകയും ഒക്കെ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പിന്നെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നിങ്ങളെ വിലപ്പെട്ട ആ ഒരു സേവനം കൊണ്ട് മാത്രമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാകും. അല്ലാഹു തആല അതൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിവിൻ്റെ പരമാവധി ആളുകളൊക്കെ സ്റ്റാറ്റസ് വെക്കുക. കാരണം ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളും. ആവശ്യക്കാർ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് കുറച്ചധികം ഓതാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാൻ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ ചില വിഷയങ്ങളൊന്നും ചിലപ്പോൾ പിന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പക്ഷേ തിരിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടാണ് പല വിഷയങ്ങളും പിന്നെ ഞാൻ മൂടി വെക്കുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ടാവുന്നത് നമുക്ക് അറിയുന്ന വിഷയങ്ങൾ പിന്നെ കൂടുതൽ നമുക്കറിയില്ല ഉള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു മാത്രം. അൽഹംദുലില്ലാ ഏതായാലും പലരും നമ്മുടെ കൂടെ ഓതുന്നുണ്ട് എന്ന ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അല്ലാഹു തആല നമ്മളിൽ ഓതുന്ന എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്നതിലൊക്കെ പോരായ്മകളൊക്കെ അല്ലാഹു തആല അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളമായിട്ട് ഖത്മ് തീർക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യത്തിനും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അവസാന സമയം പിന്നെ ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടല്ല. ഇപ്പോൾ പെട്ടെന്നൊരു മഴ വന്നപ്പോൾ അതിൻ്റെ ശബ്ദങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ പ്രയാസങ്ങളുണ്ടായിരിക്കാം. എല്ലാവരും ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.